ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ആശകളായിരം എന്ന സിനിമയുടെ ബുക്കിംഗ് ഇന്നേ ദിവസം രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ജനനായകനെ പറ്റിയാണ്. സിനിമയുടെ കാര്യം ഭയങ്കര മോശം തന്നെയാണ്. കാരണം സിനിമ ഇനിയിപ്പോൾ എന്നാ റിലീസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഉടനെ തന്നെ ഉണ്ടാവും ഈ മാസം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിയൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഇരിക്കുകയാണ്. സിനിമയുടെ ഒരു വാർത്ത എന്ന് പറയുന്നത്, സിനിമ നമ്മുടെ തിയേറ്ററുകാർക്കൊക്കെ വൻ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം ഒരു 100 കോടിയുടെ അടുത്താണ് നഷ്ടമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു വാർത്ത തന്നെ ഇനി ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ മമ്മൂക്ക നമ്മുടെ ധനുഷ് പടത്തിലേക്കുള്ള ഒരു വെൽക്കമിങ് പോസ്റ്റർ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മൂക്കയും ധനുഷും കമ്മത്താൻഡ് എന്ന സിനിമയ്ക്ക് ശേഷം ഒന്നിക്കുകയാണ്. 2026 നമ്മുടെ രാജമൗലി ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും വാരണാസി. അപ്പോൾ വാരണാസിനെ പറ്റി ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, നമ്മുടെ സിനിമ എന്തായാലും 2 പാർട്ടൊന്നും ഉണ്ടാവില്ല, ഒറ്റൊരു പാർട്ട് തന്നെയായിരിക്കും. ഏകദേശം ഒരു 3 മണിക്കൂറിന് അടുത്തുണ്ടാവും ഡ്യൂറേഷൻ. ഈ സംഭവം പറഞ്ഞത് നമ്മുടെ രാജമൗലി ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. നമ്മുടെ രാം ചരൻ്റെ പെഡ്ഡി എന്ന സിനിമ ഈ വരുന്ന ഏപ്രിൽ 30 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പവൻ കല്യാണിൻ്റെ ഉസ്താദ് ഭഗത് സിംഗ് എന്ന സിനിമയുടെയും റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമ ഈ വരുന്ന മാർച്ച് 26 റിലീസ് ചെയ്യുന്നത്. മാത്യു തോമസിൻ്റെ നെല്ലിക്കാമ്പൊഴി നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ ഈ വരുന്ന ഫെബ്രുവരി 6 നമ്മുടെ C5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വിജയ് ബാബു ആട് 3നെ പറ്റിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ആട് 3 തുടങ്ങുന്നത് നമ്മുടെ ആട് 2 അവസാനിച്ച അതേ സ്ഥലത്ത് നിന്നാണ്. അതായത് നമ്മുടെ ഷാജി പാപ്പന് ഒരു $1 മില്യൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരത് എന്ത് ചെയ്തു, ഇനി പിന്നെ എന്തായാലും നമുക്കറിയാം ഒരു ടൈം ട്രാവൽ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ബാക്കി മിസ്റ്റീരിയസ് സംഭവങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് തിയേറ്ററിൽ പോയി ആ സംഭവങ്ങളൊക്കെ കാണാം. എന്ന് തന്നെ ആയാലും നമ്മുടെ ഷാജി പാപ്പനും ടീംസ് എന്തായാലും ഞെട്ടിക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ റിവ്യൂസ് ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.